ഈ കറങ്ങുന്ന കറക്കം എങ്ങോട്ടാണെന്നറിയോ? അപ്പോൾ കാര്യം പറയാം. രാവിലെ തന്നെ ദേ മാങ്ങയുടെ കാലമായിട്ടുണ്ടെങ്കിൽ ബക്കറ്റും എടുത്ത് അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ, മാങ്ങാപ്പഴം പറക്കാൻ വേണ്ടി. മുറ്റത്തും പറമ്പിലും വഴിയിലുമായിട്ട് ഒരുപാട് മാങ്ങാപ്പഴം ചാടിക്കിടപ്പുണ്ട്. നമുക്കിവിടെ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഉള്ളത്. കേടായതും പൊട്ടിയതും ഒക്കെയുണ്ട്. എല്ലാം ദാ ഒന്നിച്ചിങ്ങ് പെറുക്കിക്കൊണ്ട് വരും കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ദേ 10 മണിയായിട്ടുണ്ട്. നമ്മുടെ 10 മണി പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ കൊണ്ടായിരിക്കുന്നത്, എങ്ങനെയാകോ എന്തോ. അങ്ങനെ ഒരു സെക്ഷൻ മാങ്ങയൊക്കെ പിറക്കി ദാ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. നല്ല മാങ്ങ എല്ലാം കൂടെ തിരിഞ്ഞെടുക്കുക. എന്നിട്ട് ദാ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചെത്തി ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട. നന്നായിട്ട് ചെത്തിപ്പുളി എടുക്കുന്ന ടൈമിൽ ഏറ്റവും നല്ല മാങ്ങാപ്പഴമെല്ലാം വയറ്റിലേക്ക് പോകും കേട്ടോ. അത് സ്വാഭാവികമാണല്ലോ. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ കാണിക്കുന്ന എൻ്റെ അഹങ്കാരം. നമ്മൾ അരച്ചെടുത്തതേ മാങ്ങയുടെ പഴുപ്പെല്ലാം കൂടെ ഇതുപോലെ ഒന്നിച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായ ഉരുളിയിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തീയും പുകയും സൗണ്ടും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മുടെ ചട്ടകത്തിൻ്റെ രംഗപ്രവേശം. ഇളക്കളോടെ ഇളക്കല കേട്ടോ. പൊട്ടിത്തെറിക്കും. തീ നോക്കിക്കോണം. തീ കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പൊട്ടിത്തെറിക്കും. പകുതി ഒന്ന് നമ്മുടെ മാമ്പഴച്ചാറിൻ്റെ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ കയ്യിലിട്ടിരിക്കുന്ന ഐറ്റം പണ്ട് ഓവൻ വാങ്ങിയപ്പോൾ കേക്ക് ഉണ്ടാക്കാടി എന്നും പറഞ്ഞ് അതിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഈ ഐറ്റം കേക്ക് ഉണ്ടാക്കിയില്ല, അതുപോലെ ഇരുന്ന് പുക പിടിച്ച് പോയിട്ടുമുണ്ട് കേട്ടോ. ഇന്നെടുത്തപ്പോൾ 2 പല്ലി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/4 ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ ഒരു 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാങ്ങാപ്പഴം എടുത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു പരുവുണ്ട്. ആ പരുവാണ് ഇത്. ചട്ടകത്തിൽ ഇതുപോലെ ഒന്ന് കോരി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മുറിഞ്ഞ് ചാടാവുള്ളൂ. ആ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കത് അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളയിലിരുന്ന് തന്നെ ഇതൊന്ന് ചൂടൊക്കെ ആയി വരും. ആറി തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇതുപോലെ ടിന്നിലാക്കി വയ്ക്കാം. എന്താ ഉണ്ടാക്കിയെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല കേട്ടേ. നമ്മുടെ മാംഗോ ജാമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളി ഇന്നലെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു, ഇന്ന് നോക്കിയപ്പം ഒരു കുഴപ്പമില്ല, സംഭവം സൂപ്പറാണ്. അപ്പോൾ ഒരുപാട് മാങ്ങാപ്പഴമൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ആക്കി നോക്കാം കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടൈറ്റ് ചെയ്ത് നമ്മൾ അടച്ചു വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല.